വെൽക്കം ടു ഓൾ. എൻവയോൺമെൻറ്റ് എന്ന പാഠഭാഗത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഡ്രാഫ്റ്റ്മാൻ സിവിലിൻ്റെ കോർ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗം മുതലാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എൻവയോൺമെൻറ്റിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത്, ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോമ്പണൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിലെ കോമ്പണൻറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയണം. ഈ രണ്ട് ഒബ്ജക്റ്റീവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ എൻവയോൺമെൻറ്റ് ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലേ? എൻവയോൺമെൻറ്റ് മലയാളം എന്താണ്? പരിസ്ഥിതിയാണ് അല്ലേ? അപ്പം എന്തൊക്കെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് നേരിടുന്ന വെല്ലുവിളികൾ? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി, കാറ്റുകൾ, പലതരത്തിലുള്ള കാറ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. ഇത് പഠിക്കുന്ന എഡ്യൂക്കേഷനാണ് എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ വിശദമായി പഠിക്കും. എന്നിട്ട് ഇതിനൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഇടപെടലുകൾ കാരണം ഭാവിയിൽ ഉണ്ടാവുന്ന പ്രകൃതി പ്രക്ഷോഭങ്ങളുടെ തോത് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സഹായകരമാകാറുണ്ട്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷന് 3 പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണുള്ളത്. എഡ്യൂക്കേഷൻ എബൌട്ട് എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണിത്. രണ്ടാമത് എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ ഫോർ എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പഠനമാണിത്. മൂന്നാമത്തത് എഡ്യൂക്കേഷൻ ത്രൂ ദ എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതിയിലൂടെയുള്ള പഠനമാണിത്. അങ്ങനെ 3ആയിട്ടാണ് ഈ കോമ്പണൻസ് ഉള്ളത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും എന്താണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റ് എന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. നമുക്ക് ചുറ്റുമുള്ളത്, അതാണ് എൻവയോൺമെൻറ്റിൻ്റെ അർത്ഥം. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ വേർഡ് എൻവയോൺമെൻറ്റ് റിഫേഴ്സ് ദ കവർ ഓഫ് അവർ സറൗണ്ടിങ് വിച്ച് ഇൻക്ലൂഡ് അവർ എർത്ത്, സോയിൽ, വാട്ടർ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ സിറ്റുവേറ്റഡ് ഓൺ ഇറ്റ്. എന്താ പറയുന്നത്? നമുക്ക് ചുറ്റുമുള്ള ഒരു കവറാണ് എൻവയോൺമെൻറ്റ് എന്നത്. അതിൽ എർത്ത് അഥവാ ഭൂമി ഉൾക്കൊള്ളുന്നുണ്ട്, മണ്ണ് അഥവാ സോയിൽ ഉൾപ്പെടുന്നുണ്ട്, വാട്ടർ അന്തരീക്ഷം, ഇവയൊക്കെ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു രീതിയിലും എൻവയോൺമെൻറ്റിനെ പറയാം. എൻവയോൺമെൻറ്റ് എന്താണ്? ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ലിവിങ് സിസ്റ്റമുണ്ട്, അതേപോലെ നോൺ ലിവിങ് സിസ്റ്റമുണ്ട്. അതായത് ജീവനുള്ളതുമുണ്ട്, ജീവനില്ലാത്തതുമുണ്ട്. അത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു എൻവയോൺമെൻറ്റ് എന്നത്. അപ്പം ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് ജൂൺ 5 അല്ലേ? അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. E.J. റോസ് എന്ന ആൾ എൻവയോൺമെൻറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് എന്നാണ് എൻവയോൺമെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ ബാധിക്കുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പുറമേയുള്ള ഒരു ഫലമാണ് എൻവയോൺമെൻറ്റ് എന്നാണ് E.J. റോസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അക്കോർഡിംഗ് ടു D.H. ഡാവിസ് എന്താ പറയുന്നത്? ഇൻ റിലേഷൻ ടു മാൻ, environment means all those physical form spread all around man on land by which is influenced continuously. എന്താണ്? നമുക്ക് ചുറ്റും സ്പ്രെഡ് ചെയ്തിട്ടുള്ള
ഒരു ഫിസിക്കൽ ഫോം. ആ ഫിസിക്കൽ ഫോമിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് എൻവയോൺമെൻറ്റ് എന്നത്. ഇനി റോബർട്ടസ് എന്താണ് എൻവയോൺമെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് നോക്കാം. എൻവയോൺമെൻറ്റ് ഈസ് എ സം ഓഫ് ഓൾ ദോസ് എക്സ്റ്റേണൽ കണ്ടീഷൻ വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് സൈക്കിൾ ഓഫ് ഓർഗാനിസം ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എന്താ പറയുന്നത്? നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന എല്ലാ കോമ്പണൻസും ഉൾക്കൊള്ളുന്നതാണ് എൻവയോൺമെൻറ്റ് എന്നാണ് കോവിറ്റസ് പറഞ്ഞിട്ടുള്ളത്. ഇനി കോമ്പണൻസ് ഓഫ് എൻവയോൺമെൻറ്റ് രണ്ട് തരത്തിലാണുള്ളത്. നാച്ചുറൽ എൻവയോൺമെൻറ്റും മാൻമെയ്ഡ് എൻവയോൺമെൻറ്റും. നാച്ചുറൽ എൻവയോൺമെൻറ്റ് അബയോട്ടിക്കും ബയോട്ടിക്കും ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അബയോട്ടിക് എന്തായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? ഇനോർഗാനിക് സബ്സ്റ്റൻസ്, ഓർഗാനിക് സബ്സ്റ്റൻസ്, ഫിസിക്കൽ ഫാക്ടർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഇങ്ങനെയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ബയോട്ടിക് ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡികമ്പോസേഴ്സ്, ഇങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്? നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ പ്രകൃതിദത്തമായ പരിസ്ഥിതി, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലുകളൊന്നുമില്ലാത്ത പ്രകൃതിദത്തമായിട്ടുണ്ടാവുന്ന പരിസ്ഥിതിയാണ് ഇത്. അപ്പം നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് നമുക്കറിയാം. നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് രണ്ട് തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അബയോട്ടിക് കോമ്പണൻറ്റും ബയോട്ടിക് കോമ്പണൻറ്റും. അബയോട്ടിക് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസം, നോൺ ലിവിങ് കോമ്പണൻ്റ് ആണ് ഒരു അബയോട്ടിക് കോമ്പണൻറ്റ് എന്നത്. ഇത് ലിവിങ് ഓർഗാനിസം, അതായത് ജീവനുള്ള ഓർഗാനിസത്തെ ബാധിക്കാറുണ്ട് ഈ ഒരു അബയോട്ടിക് കോമ്പണൻസ്. ഒന്നുകൂടെ ഞാൻ പറയാം. അബയോട്ടിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയാണ് അല്ലേ, നോൺ ലിവിങ് കോമ്പണൻ്റ് ആണ്. പക്ഷേ അത് ജീവനുള്ള ഓർഗാനിസത്തെ ബാധിക്കാറുണ്ട്. ഉദാഹരണമാണ് ടെമ്പറേച്ചർ, സൺലൈറ്റ്, റോക്ക്. ഇനി ബയോട്ടിക് കോമ്പണൻ്റ് ആണ് നമ്മുടെ ജീവനുള്ള ഓർഗാനിസം അല്ലെങ്കിൽ കോമ്പണൻ്റ്, അതാണ് ബയോട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത്. പ്ലാന്റ്, എനിമൽ, ഫംഗി, അതൊക്കെ ബയോട്ടിക് ഫാക്ടറിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമി, ആദ്യ കാലങ്ങളിൽ ഭൂമിയിൽ നമുക്കറിയാം ഭൂമിയുടെ കേന്ദ്രത്തിലൊക്കെ വളരെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ വളരെ ചൂടേറിയിട്ടുള്ള വാതകങ്ങളും കെമിക്കൽസൊക്കെ ആയിരുന്നു നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നത്. ഊഷ്മാവ് അഥവാ താപനില വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഭൂമിയിൽ നമ്മുടെ ജീവൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? ഈ ഭൂമിയിലുണ്ടായ ഈ ഗ്യാസുകൾ, വാതകങ്ങൾ, കെമിക്കൽസ്, ഇവയൊക്കെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഭൂമിയിൽ ഊഷ്മാവ് കുറഞ്ഞു, താപനില കുറഞ്ഞു. അങ്ങനെ താപനില കുറഞ്ഞതിന് ശേഷമാണ് ഭൂമിയിൽ ജീവൻ എന്ന ഒരു തുടിപ്പുണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം അബയോട്ടിക് കോമ്പണൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവനില്ലാത്ത ഒരു കോമ്പണൻ്റ് ആണ് അബയോട്ടിക് കോമ്പണൻറ്റ്. പക്ഷേ അത് ജീവനുള്ള ഓർഗാനിസത്തെ ബാധിക്കുന്ന ഒരു കോമ്പണൻ്റ് കൂടിയാണിത്. അതിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ് ആദ്യം പറയുന്നത്. നമ്മുടെ പ്ലാന്റ് ആണ്. നമുക്കറിയാം പ്ലാന്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മണ്ണിൽ നിന്നും എലമെൻറ്റ്സ്, ധാതുക്കൾ വലിച്ചെടുക്കാറുണ്ട്. അത് ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്. നൈട്രജൻ, കാൽഷ്യം, ഫോസ്ഫറസ്, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. ഇങ്ങനെ വലിച്ചെടുക്കുന്ന എലമെൻസും സൂര്യപ്രകാശവും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. ഇനി ഓർഗാനിക് സബ്സ്റ്റൻസ് എന്താണ്? ഈ പ്ലാന്റ് വലിച്ചെടുക്കുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഇനോർഗാനിക് സബ്സ്റ്റൻസ് വഴി ഫോട്ടോസിന്തസിസ് വഴി നമ്മുടെ പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കും. പിന്നെ കുറേ കാലം കഴിയുമ്പം ഇവ എന്ത് ചെയ്യും? ഈ ഡികമ്പോസിഷൻ സംഭവിക്കും.
അതായത് ഈ ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യും, വിഘടിക്കും. ഡികമ്പോസസ് വഴി ഇത് വിഘടിക്കും. ഇത് വിഘടിച്ചു കഴിഞ്ഞാൽ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസ് തിരിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ടാണ്. അതിന് എക്സാമ്പിളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതൊക്കെ. ഇനി ഫിസിക്കൽ ഫാക്ടറാണ് മൂന്നാമത്തേത്. നമ്മുടെ പ്ലാന്റാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ അറിയാം. അപ്പം അതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഈ ഫിസിക്കൽ ഫാക്ടർ. അതിലെന്തൊക്കെ ഉൾപ്പെടുന്നു? താപനില, മഴ, കാറ്റ്, ഈർപ്പം, മണ്ണ്, ലൈറ്റ്, എനർജി അഥവാ ഊർജം, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീവനുള്ള ഓർഗാനിസത്തെ നേരിട്ട് ബാധിക്കാറുണ്ട്, ഈ ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇനി ലിത്തോസ്ഫിയർ, നമ്മുടെ എർത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ. ഇതിനെ നമ്മളെ ലാൻഡൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എർത്തിലെ സോയിൽ, അതൊക്കെ ലിത്തോസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. അവിടെ എന്താണ്? ഖരാവസ്ഥയിലുള്ള വസ്തുക്കളാണ് ഉണ്ടാവുക. ഇനി ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ വെള്ളമാണ് അധികം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓഷന് അഥവാ നമ്മുടെ കടലുകൾ, പുഴകൾ, കുളങ്ങൾ, അതൊക്കെ ഹൈഡ്രോസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്, വെള്ളമുള്ള ഭാഗം. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വാതകങ്ങളുള്ള ഭാഗമാണ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ അബയോട്ടിക് കോമ്പണൻസിൽ പറയാനുള്ളത്: ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. ഇനി നമുക്ക് ബയോട്ടിക് കോമ്പണൻസ് പഠിക്കാം. ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഓർഗാനിസങ്ങളൊക്കെ വസിക്കുന്നത് എവിടെയാണ്? ലിത്തോസ്ഫിയറിലാണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബയോട്ടിക് കോമ്പണൻസ് പറഞ്ഞാൽ എന്താ? ജീവനുള്ള ഓർഗാനിസമാണ്. ആ ജീവനുള്ള ഓർഗാനിസം എവിടെയാണുള്ളത്? ബയോസ്ഫിയറിലാണ് ഉള്ളത്. ഇനി അത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡികമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്ലാന്റ് അഥവാ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് വഴിയാണ് ആഹാരം ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പം ഇവയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് സൂര്യപ്രകാശത്തിൻ്റെയും വാട്ടറിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഷുഗർ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഫുഡിന് എക്സാമ്പിളാണ്. ഇനി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ്. അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റോ ആയിട്ടോ ആശ്രയിക്കാം. അപ്പം മനുഷ്യന്മാരും മൃഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഡികമ്പോസേഴ്സ്, മൈക്രോ ഓർഗാനിസം, അതായത് ബാക്ടീരിയ, ഫംഗി പോലുള്ള മൈക്രോ ഓർഗാനിസമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു? ഡെഡായിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസിഷൻ വഴി അതിലുള്ള കോംപ്ലക്സ് കോമ്പൗണ്ടിനെ തിരിച്ച് എലമെൻ്റായിട്ട് എൻവയോൺമെൻറ്റിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഡികമ്പോസിഷൻ. ഇനി മാൻമെയ്ഡ് എൻവയോൺമെൻ്റ് ആണ്. എന്താണ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ്? ആ പേര് പോലെ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണിത്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ഹയസ്റ്റ് ക്രിയേച്ചർ എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ താഴെയാണ് ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതിയെ മാറ്റിമറിക്കാറുണ്ട്. അങ്ങനെ മാറ്റിമറിച്ചുണ്ടാക്കിയിട്ടുള്ള കൃത്രിമമായ ഒരു എൻവയോൺമെൻറ്റാണ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഓവറായിട്ട് ഇറിഗേഷനൊക്കെ നടത്തും. ഒരു ലാൻഡ് ആകുമ്പോൾ അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കൃഷിയൊക്കെ ഇറക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറിഗേഷൻ നടത്തുമ്പോൾ ആ മണ്ണിൻ്റെ ഗുണങ്ങളൊക്കെ പോവും, അതിൻ്റെ സ്വഭാവം പോവും. അതൊക്കെ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മനുഷ്യർ ചെയ്യാറുണ്ട്. അങ്ങനെ മാറ്റിമറിച്ച് ഉണ്ടാക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.